നമസ്കാരം. ഇന്ന് എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയം ഇസ്ലാം ഒരു അബ്രഹാമിക് മതമാണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് അബ്രഹാമിക് മതം എന്നാൽ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലളിതമായ ഭാഷയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് എബ്രഹാം എന്ന പണ്ടെങ്ങോ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ പരമ്പരയിൽപ്പെടുന്ന മതങ്ങൾ എന്നാണ് അബ്രഹാമിക് മതങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എബ്രഹാമിൻ്റെ പരമ്പരയിൽ നിന്നുള്ള വന്നിട്ടുള്ള അല്ലെങ്കിൽ എബ്രഹാമിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്ന മതങ്ങൾ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, ഈ മൂന്ന് മതങ്ങളാണ് നോർമലി എബ്രഹാമിക് മതങ്ങൾ എന്നുള്ള ആ ഒരു നിരയിൽ വന്നിട്ടുള്ള മതങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇനി നമുക്ക് എസ്പെഷ്യലി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മതങ്ങളുടെയും മിത്ത് നമുക്ക് പരിശോധിക്കാം. ഈ കാര്യം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എബ്രഹാമിൻ്റെ ആ ഒരു കാലഘട്ടം വരെ നമുക്ക് പോയേണ്ടതായിട്ടുണ്ട്. എബ്രഹാമിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ആ ഒരു മതങ്ങളുടെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നുള്ളൊരു കാര്യം ഞാൻ വളരെ ചുരുക്കിയിട്ടൊരു കഥ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എബ്രഹാം, ഈ കഥയുടെ തന്നെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള എബ്രഹാം മെസപ്പൊട്ടോമിയയിലെ ഉർ എന്ന നഗരത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അബ്രഹാം ഒരു വിശുദ്ധനായ മനുഷ്യനും പിന്നീട് പ്രവാചകനായി അംഗീകരിക്കപ്പെട്ട മനുഷ്യനുമായിരുന്നു. ഈ എബ്രഹാമിൻ്റെ വിശുദ്ധി കണ്ട് എന്തു പറയാം, യഹോവ എന്നൊരു ദൈവം എബ്രഹാമിന് 3 കാര്യങ്ങൾ വരങ്ങളായി നൽകി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ എബ്രഹാമിൻ്റെ പ്രായം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യുവാവാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമ്മൾ എബ്രഹാമിനെ അറിയുന്നത് തൊട്ട് തന്നെ എബ്രഹാം വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എബ്രഹാമിൻ്റെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബ്രഹാമിന് ഒരു ഭാര്യയുണ്ട്, അദ്ദേഹത്തിനൊരു ജോലിക്കാരിയുണ്ട്. ഭാര്യയുടെ പേര് സാറ എന്നും ജോലിക്കാരി അല്ലെങ്കിൽ ഒരു ദാസി, അവരുടെ പേര് നമുക്ക് ഹാഗർ എന്നുമാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ജോലിക്കാരിയെക്കുറിച്ച് പറയുന്നത് എന്നാൽ തുടർന്നുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ കഥകളിൽ ഈ ജോലിക്കാരിക്ക് അവർക്കൊരു ഭാഗമുണ്ട്. എങ്ങനെ ഇരിക്കെ ഇത്രയും, അതായത് എബ്രഹാമിൻ്റെ വിശുദ്ധി കണ്ട് എബ്രഹാമിന് ഈ യഹോവ എന്ന ദൈവം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അറിയിച്ചു കൊടുക്കുകയും 3 കാര്യങ്ങൾ എബ്രഹാമിന് നൽകാം അല്ലെങ്കിൽ എബ്രഹാമിന് ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ തൻ്റെ പ്രവാചകനായി നീ അറിയപ്പെടണം, നീ ഒരു ഏകദൈവ വിശ്വാസിയാവണം എന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതുവരെയും ഈ നമ്മുടെ അബ്രഹാം എന്ന വ്യക്തിയും ബഹുദൈവ ആരാധകനായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ യഹോവയിൽ നിന്ന് എബ്രഹാമിന് ഒരു വെളിപാടുണ്ടാവുകയും യഹോവയും എബ്രഹാമും തമ്മിൽ 3 കാര്യങ്ങൾ ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ആദ്യത്തെ കാര്യമാണ് പ്രദേശം, അതായത് ഇവർക്ക് താമസിക്കുവാനുള്ള ഒരു സ്ഥലം. എബ്രഹാമിനും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾക്കും താമസിക്കുവാനുള്ള ഒരു സ്ഥലം വാഗ്ദാനമായിട്ട് യഹോവ അബ്രഹാമിന് നൽകുകയാണ്. പിന്നീട് അത് വാഗ്ദത്ത ദേശം എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ പ്രോമിസ്ഡ് ലാൻഡ്. രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഇത്രയും വാർദ്ധക്യത്തിലെത്തിയെങ്കിൽ പോലും സന്താന പരമ്പരകൾ ആർക്കുണ്ടായിരുന്നില്ല എന്നാൽ എബ്രഹാമിന് സന്താന പരമ്പരകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമതായിട്ട് വാഗ്ദാനം നൽകുകയാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യമായി യഹോവ എബ്രഹാമിന് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ സന്താന പരമ്പര നമുക്ക് നൽകാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സന്താന പരമ്പരയെ കിട്ടും എന്നുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം തനിക്ക് വേണ്ടി ശാരീരിക ക്രിയകളിൽ ഏർപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് യഹോവ എബ്രഹാമിന് നൽകുന്നതും പിന്നീട് എബ്രഹാം ഇത് സ്വീകരിച്ച് എബ്രഹാം യഹോവയെ വഴിപെടുകയും ചെയ്യുന്നു. കാലങ്ങൾ കഴിയുന്നു. എന്നിട്ടും ഏകദേശം എബ്രഹാമിന് ഒരു 86 വയസ്സ് എത്തിയിട്ട് പോലും എബ്രഹാമിന് എന്തുണ്ടായില്ല? യഹോവ പറഞ്ഞ ഈ ഒരു സന്താന ഭാഗ്യം അല്ലെങ്കിൽ പുത്രന്മാരോ പുത്രിമാരോ യഹോവയ്ക്ക് നമ്മുടെ എബ്രഹാമിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഒരു സമയത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എബ്രഹാമിനൊരു കുഞ്ഞ് ജനിക്കുകയാണ്. ആരിൽ നിന്നാണ് ഈ കുഞ്ഞ് ജനിച്ചതെന്ന് നോക്കിയാൽ ഒരിക്കലും ഭാര്യയിൽ നിന്നല്ല, മറിച്ച് ജോലിക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ദാസിയായിട്ടുള്ള ഹാഗറിൽ നിന്നാണ് എബ്രഹാമിന് കുഞ്ഞ് ജനിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ പേരാണ് ഇസ്മായിൽ എന്നത്. അപ്പോൾ അതെന്താ ഈ ഒരു ജോലിക്കാരിയിൽ നിന്ന് കുഞ്ഞ് ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അത് സാധാരണ ഒരു കാര്യമായിരുന്നു, അത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് സത്യം.
അങ്ങനെ ഈ ഇസ്മായിൽ ഈ കുട്ടിക്ക് ഹാഗറിൽ ജനിച്ച കുട്ടിക്ക് ഇസ്മായിൽ എന്ന പേരിടുകയും അങ്ങനെ ഒരു 10-14 വയസ്സ് വരെ ആ കുട്ടി എത്തുകയും ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഈ ഒരു കാര്യം ഉണ്ടാവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറയും കൂടെ ഗർഭിണിയാവുകയും സാറ ഒരു ആൺകുട്ടിക്ക് ഇസ്ഹാക്ക് എന്ന് നാമം ഇട്ടിട്ടുള്ള ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. ഒരു കുടുംബത്തിൽ 2 കുട്ടികൾ എത്തിയതോടെ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇസാക്കിനെ ഇസ്മായിൽ കളിയാക്കി എന്നുള്ളൊരു കാര്യം കൊണ്ട് അവിടെ ഒരു കുടുംബത്തിൽ ഒരു വഴക്കുണ്ടാവുകയും തുടർന്ന് ഇത് എബ്രഹാമിലെത്തുകയും ചെയ്യുന്നു. എബ്രഹാം യഹോവയുടെ നിർദ്ദേശപ്രകാരം ഹാഗറിനെയും ഇസ്മായിലിനെയും അവരുടെ നാട് കടത്തുകയാണ്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. ഇവിടെ എബ്രഹാമും ഇസ്ഹാക്കും കാനാൻ എന്ന ദേശത്ത്, ഇവർക്ക് പ്രോമിസ്ഡ് ലാൻഡായിട്ട് കിട്ടിയിട്ടുള്ള യഹോവയിൽ നിന്നും ലഭിച്ച കാനാൻ എന്ന ദേശത്ത് ജീവിക്കുന്നു. അങ്ങനെയിരിക്കെ തുടർന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ എബ്രഹാമിൻ്റെ ഭാര്യയായിട്ടുള്ള സാറ മരണപ്പെടുകയും തുടർന്ന് കെത്തൂറ എന്നൊരു സ്ത്രീയെ എബ്രഹാം രണ്ടാമതായിട്ട് വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. കെത്തൂറയിൽ 6 മക്കളുള്ളതായിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. കാലങ്ങൾ കഴിയുന്നു. അങ്ങനെ ഇസ്മായിൽ നമ്മളുടെ നാട് കടത്തിയ ഹാഗറും ഇസ്മായിലിൻ്റെ യൗവനകാലത്തിലേക്ക് പ്രവേശിക്കുകയും യുവാവായ ഇസ്മായിലിന് മിസ്രയീം ദേശത്തു നിന്നും ഹാഗർ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നും പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ പ്രധാന ആധാരം ബൈബിളിലെ ഉൽപ്പത്തി 16:17-21 എന്നത് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ മതങ്ങൾ അവിടെ ഒരു സൈഡിലിരിക്കുമ്പോൾ ഈ മതങ്ങൾ എങ്ങനെയാണ് ചരിത്രവുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ മതങ്ങളുടെ ഒരു ഇതിൽ തന്നെ വരാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്ന മതം ജൂതമതമാണ്. അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കും ഇസ്ഹാക്കിൽ നിന്ന് ഏസാവും യാക്കോബും ജനിച്ചു. അതായത് എബ്രഹാമിൽ നിന്ന് ഇസാക്ക്, എബ്രഹാമിൻ്റെ മകനാണ് ഇസാക്ക്. ഇസാക്കിന് 2 പുത്രന്മാരുണ്ട്, ഒന്ന് ഏസാവും ഇനിയൊന്ന് യാക്കോബും. പിന്നീട് യഹോവയുടെ നിർദ്ദേശപ്രകാരം യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് നൽകി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ലഭിച്ചതായി ബൈബിൾ വിവർത്തിക്കുന്നു. യാക്കോബിൻ്റെ സന്തതികളാണ് പിന്നീട് ഇസ്രായേൽ ജനത അല്ലെങ്കിൽ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതായത് ഇന്ന് അന്നത്തെ ഈ യാക്കൂബ് നബിയുടെ പേരക്കുട്ടിയാണ് ഈ പറയുന്ന അബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണ് യാക്കൂബും ഏസാവും. ഇവർ 2 പേരും ഇസ്ഹാക്കിൻ്റെ മക്കളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ യാക്കൂബിൻ്റെ പേര് പിന്നീട് മാറ്റപ്പെടുകയാണ്. അത് ഇസ്രായേൽ എന്ന പേരാണ് യാക്കൂബിന് യഹോവയുടെ നിർദ്ദേശപ്രകാരം മാറ്റപ്പെട്ട പേര്. പിന്നീട് ഈ ജനത അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ജീവിച്ചിരിക്കുന്ന സ്ഥലം, അതിന് ചുറ്റും ഇവരൊരു കൂട്ടമായി ജീവിക്കുന്നു. ആ കൂട്ടമായി ജീവിക്കുന്ന ജനത ഇവരെല്ലാം തന്നെ ഇസ്രായേൽ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അന്നത്തെ കാനാൻ ദേശം പിന്നീട് ഇന്നത്തെ ഇസ്രായേലായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. ഈ ഇസ്രായേലിലെ അവർ വഴിപെട്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ മതചടങ്ങുകളെല്ലാം തന്നെ പിന്നീട് ജൂതമതം ആവുകയും ചെയ്യുന്നു. ഈ ജനതയുടെ ചരിത്രത്തിൽ നിരവധി പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് മൂസ, എലീശ, ജെറമിയ തുടങ്ങിയവർ ഇസ്രായേൽ ജനതയെ ആത്മീയമായും രാഷ്ട്രീയമായും നയിച്ചവരായിട്ട് ബൈബിളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഘട്ടം വരെ പറയപ്പെടുന്ന സംഭവങ്ങളിൽ ചരിത്രവും മതപരമ്പരയും തമ്മിൽ ഇടകലരുന്നുണ്ട്. എന്നാൽ പിന്നീട് പുരാവസ്തുവിൻ്റെ തെളിവുകളും മറ്റ് ചരിത്രരേഖകളും ലഭ്യമായ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ചരിത്രപരമായി തിരിച്ചറിയാൻ കഴിയുന്ന ഇസ്രായേൽ രാജ്യത്തെയും അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രഹാം ജീവിച്ചിരുന്ന കാലം മുതൽക്ക് തന്നെയാണ് ആ ദേശത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആരുടെ സാന്നിധ്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത അല്ലെങ്കിൽ ജൂത മതം പിൻപറ്റിയിരുന്ന ആളുകളുടെ കാലം, അത് എബ്രഹാമിൻ്റെ കാലം മുതൽക്കേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് നമുക്ക് അടുത്ത ഇതിനായിട്ട് ക്രിസ്ത്യൻ മതത്തെ എടുക്കാം. ഇനി ക്രിസ്തു മതത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്തു മതത്തിൻ്റെ കേന്ദ്ര വ്യക്തിത്വം യേശു ക്രിസ്തുവാണ്. ചരിത്രപരമായി ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാനാൻ പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്ന യഹൂദിയയിൽ ജീവിച്ചിരുന്ന ഒരു ജൂതനായിരുന്നു യേശു വാസ് എ ജൂയിസ്റ്റ്. സോ യേശു ഒരു ജൂതമതത്തിൽ ജനിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ജനിച്ചതും വളർന്നതും പ്രവർത്തിച്ചതും ജൂത സമൂഹത്തിനിടയിലായിരുന്നു. ക്രിസ്തീയ വിശ്വാസപ്രകാരം പഴയ നിയമത്തിൻ്റെ യഹോവ വാഗ്ദാനമായി ചെയ്തിരുന്ന മെഷിഹ യേശു ക്രിസ്തുവാണ്. മെഷിഹ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അല്ലെങ്കിൽ
അതെ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അങ്ങനെയായിട്ട് വരുന്നത് യേശുക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് യേശുക്രിസ്തുവിൻ പറഞ്ഞ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നവരെല്ലാം തന്നെ പിന്നീട് ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടു. അവരുടെ വിശ്വാസത്തെ ക്രിസ്തുമതം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അബ്രഹാമിൽ ആരംഭിച്ച ദൈവത്തിൻ്റെ ഉടമ്പടിയും പ്രവാചകന്മാർ നൽകിയ വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രനായും ലോകത്തിൻ്റെ രക്ഷകനുമായ മിശിഹായായിട്ടും വിശ്വസിക്കുന്നത്. എബ്രഹാമിൻ്റെ അതേ വംശപരമ്പരയിൽ വന്നിരുന്ന ദാവീദ് രാജാവിൻ്റെ കുലത്തിൽ പിറന്ന ഒരാളാണ് ക്രിസ്തു. ജൂതവിശ്വാസം അനുസരിച്ച് അന്ത്യകാലത്ത് യഹോവ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അഥവാ മിശിഹ അല്ലെങ്കിൽ അനോയിൻറ്റഡ് ആയിട്ട് തിരഞ്ഞെടുത്തയാൾ യേശുക്രിസ്തു ആണെന്നാണ് ക്രിസ്ത്യാനികളുടെ വാദം. എന്നാൽ ജൂതന്മാർ ഇത് അംഗീകരിക്കുന്നില്ല. അവരുടെ മിശിഹ ഇപ്പോൾ പിന്നീട് വരും എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഇസ്ലാമിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ അബ്രഹാമിൻ്റെ കഥ പറയുന്ന സമയത്ത് അബ്രഹാമിൻ്റെ ജോലിക്കാരിയായിട്ടുള്ള ഹാഗറും ഇസ്മായിലും മരുഭൂമിയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഹാഗറും ഇസ്മായിലും ഉപേക്ഷിക്കപ്പെട്ടു. അബ്രഹാമിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഹാഗറും ഇസ്മായിലും ഈജിപ്തിൽ നിന്ന് വിവാഹം കഴിച്ച് വംശം രൂപീകരിക്കുകയായിരുന്നു. അതിൽ നിന്ന് മുഹമ്മദ് പ്രവാചകനായിട്ട് ഉയർന്നു വരികയും ചെയ്തു. സത്യത്തിൽ അബ്രഹാമിൻ്റെ പേര് ഇബ്രാഹിം നബി എന്നായിരുന്നു. അദ്ദേഹം ക്ഷണിച്ച ഏകദൈവം അല്ലാഹു ആയിരുന്നു. തുടർന്ന് പറഞ്ഞ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ ഹാഗർ ഹാജറ ബീവി ആവുന്നു, ഇസ്ഹാക്ക് നബി ആവുന്നു, ഇസ്മായിൽ നബി ആവുന്നു, യാക്കൂബ് നബി, ദാവൂദ് നബി എന്നിങ്ങനെയുള്ള പ്രവാചകന്മാരായി മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവാചകന്മാരായി മാറ്റപ്പെടുന്നു. ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഈ വഴിയിൽ നിന്ന് തിരിഞ്ഞു പോവുകയും സ്വതന്ത്രമായി വിശ്വാസങ്ങൾ സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. ഈ ഒരു വിശ്വാസം, ഇസ്ലാമിൻ്റെ മുഹമ്മദ് പറഞ്ഞ വിശ്വാസം ഒരിക്കലും ക്രിസ്ത്യാനികളെയും ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ജൂതന്മാരെയും യഹൂദന്മാരെയും ബാധിച്ചിട്ടില്ല. അവരവരുടെ സ്വതന്ത്രമായ വിശ്വാസം മറ്റൊരു സൈഡിൽ കൊണ്ടുപോയി. ഇസ്ലാം അനുസരിച്ചിട്ട് ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ മഹാനായ ഒരു നബിയായിരുന്നു. ആദം നബി മുതൽ എല്ലാവരും തന്നെ അള്ളാഹു എന്ന ഏക ദൈവത്തെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു വന്നത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ശേഷം അള്ളാഹു മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാൻ നിരവധി നബിമാരെ അയച്ചു. സ്വാഭാവികം, ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി ഇവർക്ക് എല്ലാവർക്കും ശേഷം വന്നിട്ടുള്ള കുറച്ച് നബിമാരുടെ പേര് ഞാനിവിടെ എക്സാമ്പിളായിട്ട് പറയാം. യാക്കൂബ്, യൂസഫ്, മൂസ, ദാവൂദ്, സുലൈമാൻ, ഇലിയാസ്, യഹ്യ തുടങ്ങി അനേകം നബിമാർ ഈ പരമ്പരയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക പാരമ്പര്യം അനുസരിച്ച് ഇസ്മായിൽ നബിയുടെ സന്തതികളിൽ കുറച്ച് പേർ പിന്നീട് അറേബ്യയിലെ, അതായത് സൗദി അറേബ്യയിലെ ഹിജാസ് പ്രദേശത്ത് സ്ഥിരതാമസമാക്കുകയും തുടർന്ന് അതേ വംശത്തിലാണ് അവസാന പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി ജനിക്കുകയും ചെയ്തത്. ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം ഈ നബിമാരെല്ലാവരും അള്ളാഹു എന്ന ഏകദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു. അവർ എല്ലാവരും ഒരേ സന്ദേശമായ ഏകദൈവാരാധനയാണ് മനുഷ്യരിലേക്ക് എത്തിച്ചത്. എന്നാൽ കഥയിൽ ഒരു തിരുപ്പുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും പറയുന്ന കഥ മുഴുവൻ തന്നെ എന്താണ്? അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് കള്ളുമാണ്, അത് ഫേക്കാണ് എന്നാണ് മുഹമ്മദ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇസ്ലാമും പറയുന്നത്. ഇപ്പോൾ ഒരു ഇസ്ലാമായിട്ടുള്ള ഒരാളോട് പോയിട്ട് ഒരു ക്രിസ്ത്യാനി പറയണം, നമുക്ക് ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായി മൂസ, അത് നമ്മുടെ മൂസ നബിയാണ്. അവർ നിങ്ങളുടെ അല്ല, ആക്ച്വലി അവർ നമ്മുടെ മതത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന ആളുകളാണ്, നിങ്ങളത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് അവരുടെ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഈ ഈ മൂന്ന് മതങ്ങളെയും നമ്മൾ അവരെങ്ങനെയാണ് ഹിസ്റ്ററിയിലേക്ക് വന്നത്, ചരിത്രത്തിലേക്ക് ഇവരെങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് ഈ മൂന്ന് മതങ്ങളെയും വെച്ചിട്ടും ഇവരുടെ പ്രവാചകന്മാരെയും വെച്ചിട്ട് നമുക്കൊരു താരതമ്യ പഠനം നടത്താം. താരതമ്യം പഠനം നടത്തുന്നതിനായിട്ട് ഞാനൊരു 4 ഫാക്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഫാക്ടറിലെ ആദ്യം തന്നെ നിയമനിർമ്മാണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതിൽ ആകെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 5 പ്രവാചകന്മാരെന്ന് പറയുന്നത് മോസ, ഏഷ്യ, ഏലിയ, എസാക്കിയേൽ, ജെറമിയ, പിന്നെ മുഹമ്മദ്, 6 പ്രവാചകന്മാർ. ഈ 6 പ്രവാചകന്മാരിലും ആദ്യം നിയമനിർമ്മാണത്തിൻ്റെ കാര്യമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ ആക്ച്വലി ഒരു ടേബിളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ വരുന്ന സമയത്ത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ടേബിൾ പ്രകാരം ഇതിലാകെ മോശയും മുഹമ്മദും മാത്രമാണ് നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ മുൻകൈയെടുത്ത് സമഗ്രമായിട്ടുള്ള
നിയമവ്യവസ്ഥ അവതരിപ്പിച്ച വ്യക്തികളായിട്ട് കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഏഷ്യ, ഏലയ, ജെറമിയ, എസാക്കിയേൽ ഇവർ പ്രധാനമായും മുമ്പ് ലഭിച്ച നിയമത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിച്ച പ്രവാചകന്മാരാണ് എന്നാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയ നേതൃത്വം. രണ്ടാമത്തെ കാര്യമാണ് രാഷ്ട്രീയ നേതൃത്വം. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ മോശയും മുഹമ്മദ് നബിയും ഒരു സമൂഹത്തെ നേരിട്ട് നയിച്ചവരായിരുന്നു. മറ്റു പ്രവാചകന്മാർ വിവിധ രാജാക്കന്മാരുടെ കാലത്ത് പ്രവർത്തിച്ചെങ്കിലും സ്വതന്ത്ര രാഷ്ട്രീയ ഭരണാധികാരികൾ ആയിരുന്നില്ല. ബിക്കോസ് അവർ ബാക്കിയുള്ള പ്രവാചകന്മാർ ഒരു പക്ഷേ അവരൊരു രാജാവിൻ്റെ അണ്ടറിൽ ജീവിച്ചത് കൊണ്ട് തന്നെ ഇവരാരും തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ഭരണാധികാരികളായിരുന്നില്ല. എന്നാൽ മോശയും മുഹമ്മദും ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ഭരണാധികാരികളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് സൈനിക നേതൃത്വം. ഈ കാര്യത്തിൽ മോശയും മുഹമ്മദ് നബിയും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട നേതൃത്വം വഹിച്ചതായിട്ട് അവരുടെ മതഗ്രന്ഥങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ സൈനിക നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് വ്യക്തി ജീവിതത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വ്യക്തി ജീവിതത്തിൻ്റെ കാര്യത്തിൽ പഴയ നിയമത്തിൽ ഈ പ്രവാചകന്മാർ വിവാഹിതരോ അല്ലെങ്കിൽ അവിവാഹിതരോ ആണ്. വിവാഹിതരായിരുന്നെങ്കിലും അവർ പിൻപറ്റിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏകപത്നി എന്നുള്ള ആ ഒരു സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ലൈംഗിക സദാചാരം എന്നുള്ളതാണ് ആക്ച്വലി ഇതിനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ മെയിനായിട്ട് എടുക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ ബാക്കിയുള്ള പ്രവാചകന്മാർ, മുഹമ്മദ് ഒഴികെയുള്ള പ്രവാചകന്മാരെല്ലാം തന്നെ ഒരു ഏക ഭാര്യയിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഭാര്യ മരണപ്പെടുമ്പോഴാണ് പിന്നീട് അവിടെ രണ്ടാമതൊരു വിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ ഒരു കാര്യം മുഹമ്മദിലേക്ക് വരുമ്പോൾ മുഹമ്മദിന് ഏകദേശം 11 ഭാര്യമാരും അടിമ സ്ത്രീകളും, എണ്ണമുറ്റമില്ലാത്ത അടിമ സ്ത്രീകളും, അതേപോലെ തന്നെ നമ്മുടെ ശരീരദാനം ചെയ്തിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകളും ഉണ്ട്. ഇനി ലളിത ജീവിതം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലളിത ജീവിതം ആക്ച്വലി ഈ മുഹമ്മദ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും തന്നെ ലളിത ജീവിതം നയിച്ചവരാണ് എന്ന ഈ ഒരു സംഭവം മുഹമ്മദിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ലളിത ജീവിതം എന്നൊന്ന് ഇസ്ലാമിൽ, ഖുർആനിൽ ഇവർ പറയുന്നുണ്ടെങ്കിലും അത് തെളിവുകൾ സഹിതം നമുക്ക് ഇല്ല എന്ന് പറയാനായിട്ട് കഴിയും. കാരണം ഈ 11 ഭാര്യമാരും ഇത്രയും അടിമ സ്ത്രീകളും ഈ രണ്ട് കൂട്ടം ആളുകളെ തന്നെ തീറ്റിപ്പോറ്റാനായിട്ട് നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ തീറ്റിപ്പോറ്റിയിരുന്നു എന്നുള്ളത് നമ്മളുടെ ഈ ഹദീസുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇവരെ തീറ്റിപ്പോറ്റുന്ന ആ ഒരു ഇതിൽ നല്ലൊരു എമൗണ്ട് തന്നെ ആക്ച്വലി ആർക്ക് വേണം? മുഹമ്മദിന് വേണം. അപ്പോൾ മുഹമ്മദിൻ്റെ കയ്യിൽ കാശുണ്ട്, അല്ലെങ്കിൽ കൊള്ളയടിച്ച് വരുന്ന ആ ഒരു കൊള്ള മുതലിൻ്റെ ഏറ്റവും വലിയൊരു തുക അത് എടുത്തിരുന്നതും മുഹമ്മദ് തന്നെയാണ്. കാരണം മുഹമ്മദിന് ഇവിടെ അത് ചിലവാക്കാനുള്ള ആളുകളുണ്ട്, ഈ ഭാര്യമാരുമുണ്ട്, ഈ അടിമ സ്ത്രീകളും ഉണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അന്നും ഇന്നും എന്നും പോലെ ഭാര്യമാരെ ജോലിക്ക് വിടുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും തന്നെ മുഹമ്മദാണ് നോക്കിയിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിനി ഇതിൽ കൺക്ലൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ മോശയും മുഹമ്മദും ബാക്കിയുള്ള എല്ലാവരും തന്നെ സെയിം ആയിട്ടാണ് ഒരു കാര്യം ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും രാഷ്ട്രീയ നേതൃത്വം നോക്കിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അബ്രഹാമിന് ശേഷമുള്ള പ്രവാചക പരമ്പര ഇത് അല്ലെങ്കിൽ ഒരു ഇസ്ലാം ഒരു അബ്രഹാമിക് മതമാണോ എന്ന ചോദ്യത്തിന് മതമാണ് എന്നുള്ളത് തന്നെയാണ് ആസ് യൂഷ്വൽ നമുക്ക് പറയാനുള്ള ഒരു ഉത്തരം. എന്നാൽ ഇതിൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ ക്ലാരിറ്റി എന്നുള്ളതിനെ കുറിച്ചിട്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു സമഗ്രമായ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആരോഗ്യപരമായ ചർച്ചകൾക്ക് വേണ്ടി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ നിന്നുമുള്ളവർ മുൻകൈ എടുക്കണം എന്ന് നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു അവകാശവാദത്തിന് രണ്ട് ആളുകളും എന്താണ് അവരുടെ പോയിൻറ്റ്സായിട്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ ആരുടെ സൈഡിലാണ് സത്യം എന്ന് നമുക്ക് എക്സാക്ട്ലി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇത് ഇന്ന ആൾ പറയുന്നത് നുണയാണ് അല്ലെങ്കിൽ ഇന്ന ആൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവണം എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ആൻഡ് നന്ദി.